സോഫ്റ്റ് ഇഡ്ഡലിയും പിന്നെ അതാ നല്ല മൊരിഞ്ഞ ദോശയും. ഈ റെസിപ്പി വേറെ ഇടുന്നില്ല കേട്ടോ, നമ്മൾ ഇൻസ്റ്റഗ്രാമിലത്തെ ദാറ്റ് ഹംഗ്രി ബെല്ലില്ലേ, ആളുടെ ആ രായി ദോശയ്ക്ക് ശേഷം ഹിറ്റായ ചെറുപയർ ദോശയാണ് ഇത്. അപ്പം പിന്നെ മെഷർമെൻറ്റ്സൊക്കെ ഞാൻ അതിൻ്റെ രീതിയിൽ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഉഴുന്നിലേക്ക് 2 ഗ്ലാസ് പച്ചരിയും പിന്നെ ചെറുപയർ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ടേസ്റ്റ് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം കൂട്ടാമെന്ന് വിചാരിച്ച് അതിലേക്ക് കുറച്ച് ഉലുവയും ചേർത്തിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 5-6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അടിക്കുമ്പോൾ ഒരു പിടി നനച്ച അവിലും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തിട്ടാണ് മാറ്റി വെക്കുക. രാവിലെ ഒരു 5:30ക്ക് നീച്ച് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ വിചാരിച്ച അത്രയൊന്നും പൊന്തിയിട്ടില്ല. അങ്ങനെ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി ലായ്ക്കിനൊക്കെ പറഞ്ഞയച്ച് ഞങ്ങൾ പിന്നെയും കിടന്നുറങ്ങി. ഇതൊരു 9 മണിയാകുമ്പോഴുള്ള അവസ്ഥയാണ്. ഒന്നും കൂടിയും പൊന്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി. അപ്പോൾ മക്കൾ നീച്ചപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു എന്താ വേണ്ടത്. ഒരേ സ്വരത്തിൽ മക്കൾ പറഞ്ഞു ഇഡ്ഡലി മതിയും. അപ്പോൾ അവർക്കുള്ള ഇഡ്ഡലി ആവേണ്ടി എനിക്കുള്ള ദോശയാവേണ്ടി. അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ, അടിപൊളിയാണ്.